അപ്പോൾ എഴുന്നള്ളത്തിൽ ആനകൾ തമ്മിലുള്ള ദൂരപരിധി എത്ര എന്നത് സർക്കാർ അറിയിക്കണമെന്ന് ഹൈക്കോടതി ഒരാഴ്ചക്കകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ബിനിൽ, ഇതിൽ ഒരു ഏകദേശം സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി കാര്യങ്ങൾ ഏകദേശം ഒരു സമവായത്തിലേക്ക് എത്തിയെന്ന് വിശ്വസിച്ചതാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ ദൂരപരിധി സംബന്ധിച്ച് സർക്കാരിന്റെ ഒരു നിലപാട് ആരായുന്നത് എന്തുകൊണ്ടായിരിക്കും? ആര്യ, സുപ്രീം കോടതിയുടെ സ്റ്റേയോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ 2012 എഴുന്നള്ളത്ത് ചട്ടം കർശനമായി പാലിക്കണമെന്നതാണ് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ആണ് ഇപ്പോൾ ഹൈക്കോടതി പിടിച്ചിരിക്കുന്നത്. അതായത് ആ 2012 ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ആ ചട്ടത്തിൽ പറയുന്നത് ആനകൾ തമ്മിൽ മതിയായ അകലം വേണമെന്നതാണ് ചട്ടത്തിൽ പറയുന്നത്. അത് എത്രയെന്നത് ആ ചട്ടത്തിലില്ല. നേരത്തെ ഹൈക്കോടതി അതാണ് 3 മീറ്ററായി നിജപ്പെടുത്തിയത്. അത് ചട്ടത്തിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരാണ് നിയമം നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്രയാണ് മതിയായ അകലം എന്നത് കോടതിയെ അറിയിക്കണം. അതായത് ഒരാഴ്ചക്കകം അത് അറിയിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇനി സർക്കാരിനൊരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ ആ അകലം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അകലം വെച്ചുകൊണ്ട് മാത്രമേ ഇനി എഴുന്നള്ളത്തുകൾ നടത്താൻ കഴിയൂ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്സവങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ അത് അവിടെ ആന എഴുന്നള്ളത്തിന് വേണ്ടിയുള്ള അനുമതി തേടാൻ കഴിയുകയുള്ളൂ. അതാണ് 2012 ചട്ടം പറയുന്നത്. നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ഉത്സവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്സവങ്ങളിലൊക്കെ തന്നെയുള്ള ആന എഴുന്നള്ളത്തിനെ ബാധിക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട്. കാരണം അത് ചട്ടപ്രകാരം 2012 കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, തിരൂരിലുണ്ടായ അപകടമാണ്. ആ എഴുന്നള്ളത്തിനിടയിൽ ഒരാൾ മരിച്ച സംഭവം. അതിനെ ഗൗരവത്തോടുകൂടി കോടതി കണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിശിതമായ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതിൽ കൃത്യമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്തതിനാണ് മലപ്പുറം ജില്ലാ കളക്ടറെ വിമർശിച്ചിരിക്കുന്നത്. സമഗ്രമായ റിപ്പോർട്ടല്ല നൽകിയത്. വസ്തുതകൾ പൂർണ്ണമായും ഈ റിപ്പോർട്ടിലില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നു. ഗൗരവത്തോടുകൂടിയല്ല കളക്ടർ ഇതിനെ സമീപിച്ചത് എന്ന കാര്യം കൂടി കോടതിയുടെ വിമർശനമായി വരുന്നു. എന്തായാലും സുപ്രീം കോടതി സ്റ്റേയോടുകൂടി എല്ലാ കാര്യങ്ങളും പഴയതുപടിയായി എന്ന് വിശ്വസിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി കൃത്യമായും ആ ചട്ടം വച്ചുകൊണ്ട് ഈ എഴുന്നള്ളത്തിനെ വീണ്ടും പിടിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഉത്സവങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ആ 2012 ബില്ലിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട് അത് വളരെ നിർണായകമായിരിക്കും. പക്ഷെ അത്ര പെട്ടെന്ന് ഈ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന്റെ ഒരു നിലപാട് കോടതി അറിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും സംശയമാണ്.